ഒന്ന് നിന്റെ വാസ്തവത്തെ ഓർക്കുക. രണ്ട് ഈ പെട്ടകത്തിന് അവരൊരു പേര് പറഞ്ഞു. സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ നിയമം. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിവെക്കാൻ സങ്കീർത്തനത്തിൽ ഭൂമിയുടെ പൂർണ്ണത, ഭൂമിയുടെ നിവാസികൾ യഹോവയ്ക്കുള്ളതാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിലേക്ക് ജനിച്ചു വന്നു. എന്റെ വ്യാപരിക്കുന്ന അഭിഷേകം എന്റെ വീട്ടിൽ മാത്രമല്ല, എന്റെ സഭയിൽ മാത്രമല്ല, എന്റെ സ്ഥലങ്ങളിൽ മാത്രമല്ല. യോർദാനെ ഈ അഭിഷേകം ഇവിടെയും പ്രവർത്തിക്കുന്ന അഭിഷേകം വഹിക്കുന്ന പട്ടണത്തിന്റെ പേരുണ്ട്. സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ നിയമപട്ടണം. യേശുവിൻ നാമത്തിൽ ഞാൻ വരുന്നത് വെറുതെയല്ല. ഞാൻ എന്റെ ശക്തിയാണ് വരുന്നത്, എന്റെ കഴിവുകൊണ്ടാണ് ഞാൻ വരുന്നത്, എന്റെ ബുദ്ധികൊണ്ടാണ് ഞാൻ വരുന്നത്, എന്റെ കലകളത്തോടെ ഞാൻ വരുന്നത്. നിന്നെ ഞാൻ വരുന്നത് എന്റെ കൂടിയിരിക്കുന്ന ഒരു പട്ടണമുണ്ട്, എനിക്ക് മുൻപായി പോകുന്ന ഒരു പട്ടണമുണ്ട്. അത് യോർദാനെ നിന്നെ തളർത്തുന്ന പട്ടണമാണ്. സ്വന്തമാക്കുന്നു. അത് ഏത് യോർദാനാണ്? ഈ പട്ടണം യോർദാൻ മാറും. ഈ യോർദാൻ വിഷയമല്ല, ഒരു സ്ഥലം വിഷയമല്ല. രണ്ട് ദാവീദിങ്ങനെ പറഞ്ഞ ഈ പട്ടണത്തിന് ഒരു പേര് നിന്റെ ബലത്തിന്റെ പട്ടണമാണ്. നമുക്കറിയാം ഈ പട്ടണം കർത്താവായ യേശു. ഇന്ന് കാണുന്നതും സകലതും അവന്റെ പക്ഷികളാണ്. നിങ്ങളുടെ കണ്ണു പറയട്ടെ, എന്താണ് ഈ ബലം? എപ്പിസോഡിലെ 1-ാം അധ്യായത്തിന്റെ 17 വാക്യം വായിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധന്മാരോട് കൂടെ നമുക്കൊരു അവകാശമുണ്ട്. അത് മാത്രമല്ല, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ അനവധ വലിപ്പം. ഓ ഹല്ലേലൂയ. അത് പൗലോസിന് അത് എടുത്തു പറയാൻ ഒരു എക്സാമ്പിൾ മാത്രം കോപ്പി ചെയ്ത് പറയുകയാണ്. അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. വെറുതെ വ്യാപരിച്ചതല്ല. മുദ്രകൾ ചെയ്യുന്ന സമയത്ത്, ഒരു കഴിവുകൾ ചെയ്യുന്ന സമയത്ത്, ഉണ്ടായിരുന്നപ്പോൾ, അവരുടെ ശക്തി ഒരുവനായി മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ, കല്ലറ എന്ന് പറഞ്ഞപ്പോൾ അവർ ക്രിസ്തുവിനെ വ്യാപരിച്ചു. അത് വ്യാപരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരെ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഇന്ന് കാലത്ത് എത്ര പേരെ വിശ്വസിക്കുന്നു? ഞാൻ ആയിരിക്കുന്ന കല്ലറയിൽ നിന്ന്, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉയർത്തലിലേക്ക് ദിവസമാണ് ഈ ശക്തിയാണ് വ്യാപരിക്കുന്നത്. ഇത് ബലത്തിന്റെ പക്ഷമാണ്. ഇത് ബലത്തിന്റെ പക്ഷമാണ്. നീ എന്നോട് നിന്റെ ചരിത്രം പറയുന്നതിന് മുൻപ് ഞാൻ വഹിക്കുന്ന പ്രശ്നമെന്നത് എല്ലാത്തിനും മനസ്സിലാക്കാൻ പോകുക. നിങ്ങളെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാം. കണ്ണുനീരിന് ശക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആരാധനയ്ക്ക് ശക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വിശ്വാസത്തിന് ശക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അഭിഷേകത്തിന് ശക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തിനെ നമ്മൾ വാദിക്കുന്ന ഭക്ഷണത്തിന്റെ ഭക്ഷണമോ ഇതിന് ശക്തിയുണ്ട്. ഏത് പർവ്വതത്തെയും നിലനിർത്തുവാൻ, ഏതിയോട്ടത്തെയും പറ്റിക്കുവാൻ പരിശുദ്ധ പേരത്തിനോടൊന്ന് തൂങ്ങി പിടിച്ചു പറയുവാൻ എന്തിനാ എന്നോട് ആവശ്യപ്പെടുന്നു.